നമുക്കിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറഞ്ഞു തുടങ്ങി. എനിക്ക് നാടിൻ്റെ പ്രത്യേകത ഉണ്ട് തോന്നുന്നല്ലേ സാനിയോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം പരസ്പരം അറിയും. ഇപ്പൊ ബഷീറിക്ക, നാസറിക്ക, സുദേവൻ അല്ലേ, നമുക്ക് തന്നെ അറിയാവുന്ന മനുഷ്യരുടെ പേരെടുത്തുള്ള ഒരു 100 പേരുടെ ആളുകൾ നമ്മൾ തന്നെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. അവരൊക്കെ അങ്ങനത്തെ ഒരു മനുഷ്യന്മാരാണ്, സ്വന്തം പോലെയാണ് കാണുന്നതും സ്വന്തം ആളുകളെ പോലെ ചേർത്ത് പിടിക്കുന്നതുമായ മനുഷ്യരാണ് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും. മാത്രമല്ല അവിടെ ഒരു മതിലുകളും ഇല്ലാതെ മനുഷ്യരിങ്ങനെ തുറന്നു പറയുകയാണ്. ഇന്നിപ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർ സംസാരിച്ചു വന്നപ്പോൾ ഒന്നായി, അവരെല്ലാവരും ഒരുമിച്ച്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതിൽ വസ്തുതയുണ്ട്. നമ്മളോട് അങ്ങനെയല്ല, ഞങ്ങൾക്ക് വേറെ ചില കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്നത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ശരിയാണ്. അവരെല്ലാം വൈകുന്നേരം ഈ ചൂരൽമല ടൗണിൽ പലരും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ അതിൽ പലരെയും കൈവിട്ടു പോയതായും ഇപ്പൊ അവശേഷിക്കുന്ന മനുഷ്യന്മാർ അതിന്റെ സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാനിയോ ഇവിടെ വരുമ്പോഴേ എന്തായിരുന്നു ഒരു കാഴ്ച? ഈ ഭാഗത്ത് എന്തായിരുന്നു ഒരു കാഴ്ച? ഈ ഭാഗത്തെ കാഴ്ച ഇങ്ങോട്ടൊന്നും എത്താൻ പറ്റില്ല. ഞങ്ങൾ ആ വഴിക്കാണ് കയറി, സ്കൂൾ റോഡിന് കയറി അങ്ങനെ പോവുക ചെയ്തത്. അപ്പം അവിടെ മാത്രമേ ദുരന്തം ഉള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് പുഴ കടന്ന് അക്കരെ കടന്നപ്പോഴാണ് മേലെ പൊട്ടിയതൊക്കെ കാണുന്നത്. അപ്പോഴാണ് ഇത് വലിയൊരു ദുരന്തമാണെന്ന് മനസ്സിലാവുന്നതും, മുൻപ് കവളപ്പാറയൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഇരട്ടി വലിയ ദുരന്തമാണിതെന്ന് മനസ്സിലാവുന്നതും, അതിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ സഹിക്കേണ്ടി വരും, നമ്മളത് അനുഭവിക്കാൻ പോവുകയാണെന്നുള്ള മനസ്സിനെ പാകപ്പെടുത്തേണ്ടി വന്നതും ഒക്കെ ആ ഒരു രാവിലെ ആയിരുന്നു. സാനിയോയുടെ മാധ്യമ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷമല്ലേ ഇത്? 30-ാം തീയതി രാവിലെ എനിക്കൊന്ന് 6 മണി, ഞങ്ങൾ അതും കൂടി പ്രേക്ഷകർ അറിയണം. രാവിലെ എനിക്കൊന്ന് ഒരു എത്ര മണിക്കാണ്, 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ ഉണ്ടോ, 3:30 ഇറങ്ങി. അതിന് തൊട്ട് മുമ്പ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഫോണിലേക്ക് വിളിച്ചു. സാറിനെ വിളിച്ചു. സാറ് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ അന്ന് സ്വിച്ച് ഓഫ് ആണ്, കാരണം രാവിലെ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ആകെ കിട്ടുന്നൊരു 4 മണിക്കൂറാണ്. നമ്മൾ സ്വപ്നത്തിൽ കരുതുന്നില്ലല്ലോ. ഏറ്റവും വലിയ വിഷമമായി പോയി. കാരണം ആ സമയത്ത് സാനിയോ വിളിച്ചിട്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ ആ ഫോൺ എടുത്തു. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം, സാനിയോ അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു, കാത്തു നിന്നില്ല. ഒരു ഉത്തരവിനെ കാത്തു നിൽക്കാതെ സാനിയോ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത്, സാനിയോ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ വലുതായി. അതെ, കേട്ടതിനേക്കാൾ വലുത്. അതായത് ഞാൻ വിചാരിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം കവളപ്പാറയായിരിക്കും നേരിട്ട് കണ്ടതെന്നാണ്. അതിൽ 59 മനുഷ്യന്മാർ ജീവൻ പോയി. പക്ഷേ അതിലുമൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇവിടെ വന്നതെന്ന് മനസ്സിലായപ്പോൾ അതൊരു തരം മരവിപ്പ് തന്നെയായിരുന്നു. കാരണം ജീവിതത്തിൽ നമ്മൾ ഇനി ഒരിക്കലും ഇങ്ങനെ കാണാതിരിക്കട്ടെ, ജീവിതത്തിൽ കണ്ടതിൽ, ഈ ഒരു ഇത്രയും വർഷത്തിനിടയിൽ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ വേണം പറയാൻ. സിനോജ് ആദ്യഘട്ടത്തിൽ